السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله ورحمة الله وبركاته. الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات تدبر القرآن. ونحن اليوم في جلسة من جلسات سورة الأنعام، وسنتحدث اليوم من آية 36 إلى 44 من سورة نفسه إن شاء الله. سورة نفسها. അപ്പോൾ ഇതിന്റെ വാക്കർത്ഥങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്ത വാക്കുകൾ ആരെങ്കിലും ചോദിച്ചോ? എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാനത് ഡെലിഗേറ്റ് ചെയ്തിരുന്നു. ഉത്തരവാദിത്വം വേറൊരാളെ ഏൽപ്പിച്ചിരുന്നു. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അറിയാത്ത വാക്കുകൾ ചോദിക്കാൻ പറഞ്ഞിരുന്നു, ആരും ചോദിച്ചില്ല തോന്നല്ലേ. എല്ലാം അറിയാമെന്നുള്ളതാണ്. ഞാൻ ഓടിച്ച് വായിച്ചു നോക്കിയിരുന്നു. മിക്കവാറും പദങ്ങൾ നമ്മൾ പഠിച്ചത് തന്നെയാണ്. പഠിക്കാത്ത പദങ്ങൾ വല്ലതുകൊണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ഭാഗം നന്നായി മനസ്സിലാകണം. അഥവാ മനസ്സിലാകാത്തതിന്റെ കാരണം എന്ത് എന്നതിന് കൂടിയാണ് നമ്മൾ ഈ സൂറത്തുകളിലൂടെ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ആ സൂറത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മൾ സൂറത്തു അന്നബ അല്ലെങ്കിൽ അമ്മ ജുസ് ആണ് നമ്മൾ കൂലങ്കഷമായി പഠിച്ചിട്ടുള്ളത്. പിന്നീടെല്ലാം നാം അത് വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതുവരെയുള്ള സൂറത്തുകളൊക്കെ നാം ഒന്നുകൂടി വായിച്ചു പോയി. സൂറത്ത് ബഖറ, ആൽ ഇമ്രാൻ, നിസാ, മാഇദ വരെയൊക്കെ വായിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ചോദ്യം ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരം കിട്ടിയ അതിലേക്ക് വരാം. അതിന്റെ ഉത്തരവും കിട്ടിയിട്ടില്ല. അപ്പൊ ചോദ്യം തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് സംശയം. ചോദ്യം കിട്ടിയോ? ചോദ്യം കിട്ടി, ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടി എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. ഇതിൽ നമ്മൾ പഠിച്ച ആയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. ആ രണ്ട് ഉത്തരങ്ങളിലേക്കും നമുക്ക് വരാം. എനിക്കും തോന്നി അതാണ് നോക്കിയിട്ട്. വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്ത അതിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് തദബ്ബർ. അല്ലെങ്കിൽ തദബ്ബർ വരില്ല. നമ്മൾ എപ്പോഴും വായിക്കുന്ന പോലെ തന്നെയാണ് വായിക്കുന്നതെങ്കിൽ തദബ്ബർ വരില്ല. എന്തെങ്കിലും സംഗതി നമ്മൾ അതിലെടുത്തിട്ട് അത് ചിന്തിക്കണം. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون وقالوا لولا نزل عليه آية من ربه قل إن الله قادر على أن ينزل آية ولكن أكثرهم لا يعلمون وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون. والذين كذبوا بآياتنا صم وبكم في الظلمات من يشاء الله يضلله ومن يشاء يجعله على صراط مستقيم. قل أرأيتم إن أتاكم عذاب الله أو أتتكم الساعة أغير الله تدعون إن كنتم صادقين بل إياه تدعون فيكشف ما تدعون إليه إن شاء وتنسون ما تشركون. ولقد أرسلنا إلى من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا
فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. ഇതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഭാഗം. തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വളരെ സങ്കടകരമായ സംഭവം നടന്നിട്ടുണ്ട്. ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരാളൊഴികെ എല്ലാവരും തൽക്ഷണം മൃതിയടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഏതാനും പേര്, അല്ലെങ്കിൽ 10-25 പേര് പുറത്തു നിന്നും മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയും അപകടനില അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പലരും. തീർച്ചയായും നമുക്കതിൽ ദുഃഖമുണ്ട്, സങ്കടം ഉണ്ട്, ദുഃഖം രേഖപ്പെടുത്തുന്നു. പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹ് പ്രയാസം മാറ്റി കൊടുക്കട്ടെ. സന്തപ്ത കുടുംബാംഗങ്ങൾക്ക് അവരുടെ വേർപാടിലുള്ള ദുഃഖം സഹിക്കാൻ അവർക്ക് കഴിയട്ടെ. കൂട്ടത്തിൽ നമ്മുടെ ഒരുപാട് അനുജന്മാരും അനുജത്തിമാരും അതേപോലെ സഹോദരന്മാരും സഹോദരിമാരും ദിനേന ദശക്കണക്കിന് മരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിർദ്ദയം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണം. ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും സ്വീകരിക്കാനും, അതേപോലെ അവരുടെ സന്തപ്ത കുടുംബങ്ങൾക്ക് അവരുടെ സങ്കടത്തിൽ വേർപാടിലുള്ള സങ്കടം സഹിക്കാനും, അവർക്ക് പകരം മറ്റൊരാളെ പകരം കൊടുക്കാനും നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില ഗുണപാഠങ്ങളുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അത് ചർച്ച ചെയ്യാം. പക്ഷെ അതിനു വേണ്ടിയാണ് ഞാൻ ആമുഖമായത് പറഞ്ഞത്. ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തി എന്തായിരുന്നു? നിനക്ക് സ്വന്തമായി ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കുക. ദൃഷ്ടാന്തം കാണിച്ചിട്ട് ഇസ്ലാം സ്വീകരിപ്പിക്കുക എന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാസ്മരിക വിദ്യ കാണിച്ചുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കുക എന്നത് അള്ളാന്റെ നടപടിക്രമത്തിൽ പെട്ടതല്ല. അതേപോലെ ശ്രദ്ധിച്ച് കേൾക്കാനും പറഞ്ഞിരുന്നു അല്ലെ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്, ചിന്തിക്കണം, പഠിക്കണം എന്ന്. അപ്പൊ അങ്ങനെ കേൾക്കുന്നവരെന്ത് ചെയ്യും? ഉത്തരണം. അപ്പൊ ഈ പറഞ്ഞത് വെറും കേൾവിയല്ല. നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ. കേൾക്കുന്നവർ മാത്രമേ മറുപടി നൽകുകയുള്ളൂ. എന്നിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഡബിൾ ഫുൾ സ്റ്റോപ്പ്. അത് നിർത്തിയിട്ട് എന്ത് ചെയ്യാവും? വായിക്കാവും. ഒരു മീൻ ഇട്ടിട്ടുണ്ട് അവിടെ. എന്താണ് അത്? അതിന് ശേഷം ചേർത്ത് വായിച്ചാൽ അർത്ഥം മാറിപ്പോകും. നമാ യസ്തജീബുൽ ലദീന യസ്മഊന വൽ മൗത എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരും മരിച്ചവരും മറുപടി പറയും, അങ്ങനെയല്ല. വൽമൗത്ത ഏബാസുമുള്ള അത് വേറൊരു സബ്ജക്റ്റാണ്, തികച്ചും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടാണ് ബാക്കി. അപ്പൊ കേൾക്കുന്നവരെ മറുപടി പറയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ സെമിയ പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ആരെങ്കിലും ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. സെമിയയുടെ കൂടെ സെമിയ അടക്കം 4 ക്രിയകളാണ് അവിടെ പഠിച്ചത്. സെമിയ പിന്നെന്തായിരുന്നു? സെമിയ, അലിമ, അമീല, റഹിമ എന്നെന്താ പറഞ്ഞത്? സെമിയ കേട്ടു, കേട്ടാ എന്ത് വേണം? അറിവ് വേണം. സെമിയ, അലിമ, പിന്നെ അറിവുണ്ടായാൽ എന്ത് ചെയ്യണം? അമീല, പ്രവർത്തിക്കണം. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, കേട്ട് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ടും കുറച്ച് മുകളിലോട്ടും പോകണം. ഇപ്പുറത്തെ ചെവികളെ വിടാനുള്ളതല്ല.
ഒരു ചെവിയുടെ കേട്ടാൽ ഈ ചെവിയുടെ കളയണതല്ല. ചിലത് കളയണം, അത് നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ 2 മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. 2 മില്യൺ 2 ദശലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഒരു ബിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. 8 ബിറ്റ്സ് ആർ 1 ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം എത്ര ബൈറ്റ് കിട്ടുന്നുണ്ട് നമുക്ക്? 20 ദശലക്ഷം ബൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഡിലീഷൻസ്, അത് വേറെ പഠിക്കാണ് സംഭവം. അതിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടുകൊണ്ട് ബാക്കിയെ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, നാസാരന്ധ്രങ്ങൾ കൊണ്ട് സ്മെല്ല് അനുഭവിക്കുന്നു, അതേപോലെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നു. അതിനും അപ്പുറം വേറെ കുറെ അറിവുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അറിവുകളെല്ലാം എന്ത് ചെയ്യുന്നു, കുറെ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് മൂല്യശോഷണം സംഭവിച്ചു പോകുന്നുണ്ട്. ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത്. ആ ഉൾക്കൊള്ളുന്നത് എന്ത് ചെയ്യണം? അതില് ബഷീർ ഇബാദി അല്ലദീന യസ്തമിഊന ഖൗല ഫയത്തബിഊന അഹ്സന. അതിൽ നല്ലതിന് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം, ആയിക്കോട്ടെ കളയണം. കുറെ കളയാനുണ്ട്, വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം, കളയണം. അത് നമുക്കറിയാം, ഏത് പ്രോസസ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ഉണ്ട്, ബാക്കി നല്ലത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോ കേൾക്കുന്നവർ മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ നല്ലതിനെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാത്തതിന് അറിവിന് യാതൊരു ഉപയോഗവുമില്ല. അല്ലദീന, ആ അർത്ഥത്തിലാണ് നമയസ്തജീബുല്ലദീന യസ്മഊൻ. കേൾക്കാന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേൾക്കുന്നതാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, അനുമറുടെ. വൽ മൗത യബ്അസുഹുമുല്ലാഹ്. മരണപ്പെട്ടവരാണെങ്കിൽ അവരെ കുറിച്ച് യബ്അസുഹുമുല്ലാഹു, അള്ളാഹ് അവരെ കൊല്ലുകയും സുമ്മ ഇലൈഹി യുർജഊൻ. പിന്നീട് അവങ്കിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. അവിടേക്ക് എന്ത് ചെയ്യും, വിചാരണയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയാൻ വേണ്ടിയാണ്. മരിച്ചവരെ സമയത്തോളം പൂർണ്ണമായും ഡെഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഒഴിജീവിപ്പിക്കും, അവരോളം തീരുന്നില്ല. പിന്നെ അവങ്കിലേക്കാണ് അള്ളയാണ് ഒരുമിച്ച് കൂട്ടുന്നത്, അവരെ ഒഴിജീവിപ്പിക്കുന്നത് അവനിലേക്കാണ് അവർ ഒരുമിച്ച് കൂട്ടുന്നത്. പിന്നീട് അവിടെ വിചാരണ. വീണ്ടും പറയാണ്, അവർ പറയുന്നു, കാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു എന്നാണ്. അവർ പറഞ്ഞു ലൗലാനുസ്ജില, ലൗല എന്തുകൊണ്ടില്ല, ലൗലാനുസ്ജില എന്തുകൊണ്ട് ഇറക്കപ്പെട്ടില്ല, അലൈഹി അദ്ദേഹത്തിന് ദൃഷ്ടാന്തം, റബ്ബി അദ്ദേഹത്തിന്റെ റബ്ബിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടുന്നില്ല, ഒരു മൂസ നബിക്ക് ഇട്ട് കൊടുത്ത പോലെയുള്ള അങ്ങനെയുള്ള ദൃഷ്ടാന്തമാണ് അവർ ചോദിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങൾ, മരിച്ചവരെ ജീവിപ്പിക്കുക, പക്ഷിയെ പറപ്പിക്കുക, അതേപോലെ നിത്യരോഗിയെ രോഗം മാറ്റുക, അതുപോലുള്ള പെട്ടെന്ന് ജനങ്ങൾ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ തെളിവുക, കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന പാറ പിളർന്ന് ഒട്ടകം വരിക, അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നല്ലാഹ ഖാദിറുൻ അലാ അൻ യുനസ്സില ആയ, അല്ലാഹു കഴിയും. ഖുർആനിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നു. അവര് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് ഞാനത് ചോദിച്ചല്ലോ, ആ പർവ്വതത്തിൽ നിന്ന് ഒരു ഒട്ടകം വരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ദൃഷ്ടാന്തം വേണ്ടെന്ന് ചോദിച്ചു. ആ പാറ പിളർന്ന ഒരു ഒട്ടകം വരട്ടെ എന്ന്. പാറ പിളർന്ന ഒട്ടകം വന്നു. എന്നിട്ട് അവർ വിശ്വസിച്ചില്ല. ഫിർഔന്റെ സമൂഹത്തിന് എന്ത് ചെയ്തു? 6-7 ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു, അല്ലേ? ആ ദൃഷ്ടാന്തങ്ങൾ ഒന്നും അവർ വിശ്വസിച്ചില്ല. ഓരോ പ്രാവശ്യം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴും അവർ പറയും, ഈ പ്രയാസം മാറ്റി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറയും. പിന്നീട് വീണ്ടും അവര് ആ പ്രയാസം മാറ്റുമ്പോൾ വീണ്ടും അവര് പഴയ അവസ്ഥയിൽ തന്നെ തുടരും. ഇതാണ് സാധാരണ നടന്നു വരാറുള്ള നടപടി. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് അന്തിമ കിതാബാണ്, അവസാനത്തെ റസൂലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുത്തൊരു സംഭവം അള്ളാഹ് ചെയ്തിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ഖാദിറുൻ അലാ അൻ യുനസ്സില ആയ, ദൃഷ്ടാന്തം കൊണ്ടുവരുന്നതിന് ഖാദിറാണ്, അള്ളാഹ് കഴിവുറ്റവനാണ്. വലാകിൻ അക്സറുഹും ലാ യഅലമൂൻ, അധിക പേരും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അവർക്ക് എന്തില്ല, എൽമില്ല. ഇനിയും എൽമിനെ കുറിച്ച് ഇനിയും നമ്മൾ താഴെ വീണ്ടും വരുന്നുണ്ട്, അന്നേരം ഒന്നുകൂടെ പറയാം. യഥാർത്ഥത്തിൽ ഈ പറയുന്നതെല്ലാം എന്താണ്, വെറും ജാടകളാണ്. നമുക്ക് ഇന്നും ബോധ്യപ്പെട്ടു, ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടു. വെറും പറച്ചിലാണ്, പുറംമോടികളാണ്. ഞങ്ങൾക്ക് ആ വിജ്ഞാനങ്ങളുണ്ട്,
ഇതാ ഞങ്ങൾ ഇന്ന് പുറപ്പെട്ട് കളയും അന്തരീക്ഷത്തിലേക്ക് എന്ന് പറഞ്ഞു. പോകാൻ പറ്റിയില്ല. അപ്പൊ എന്താ, അക്സർഹും ലാ യഅലമൂൻ, അവർക്ക് ഒരു വിവരമില്ല, അധിക പേർക്കും വിവരമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാവരും ഫുൾ A+ പാസ്സായെന്ന് പറഞ്ഞു. അപ്പൊ അവരെ കുറിച്ച് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, പത്രം വായിക്കുന്നവരാണെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്, വെറും ജാടയാണ് അല്ലേ? ഫുൾ A+ കിട്ടിയതും വെറും ജാടയാണെന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തില്? വായിക്കണം. പത്രം, കാര്യങ്ങൾ എഴുതുന്ന പത്രം വായിക്കണം. ആ പത്രത്തിൽ ഉണ്ടാവും കൃത്യമായിട്ട് ഓരോ എഡിറ്റോറിയൽ പേജും. നിങ്ങൾ 6-ാം പേജ് നിങ്ങൾ പത്രം വായിച്ചോടത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ പത്രം നിർബന്ധമാണ് വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിലെ നിരീക്ഷണങ്ങളുടെ പേജ് വായിക്കണം. അതിലാണ് വാർത്തകൾ കിട്ടുന്നത്. അതാണ് വരികൾക്കിടയിലൂടെ കിട്ടും. അതാണ് ഖബർ എന്നൊക്കെ പറയുന്നത്. ഖബീർ എന്നൊക്കെ പറയുമ്പോൾ ഖബറിന്റെ ഉള്ളിലുള്ള ഖബർ അറിയണം, വാർത്തയുടെ പിന്നിലുള്ള വാർത്ത അറിയണം. മുമ്പ് വരികൾക്കിടയിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ വാർത്തയുടെ പിന്നാമ്പറങ്ങൾ നമുക്കറിയണം. ഒരു വാർത്ത കിട്ടിയാൽ ആ വാർത്തയല്ല നമ്മൾ വായിക്കേണ്ടത്, ഈ വാർത്തയുടെ കാരണം എന്ത്, അതിൽ നിന്ന് എന്ത് പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതാണ്, ആ അർത്ഥത്തിലാണ് പറഞ്ഞത് അക്സറഹും ലാ യഅലമൂൻ. അവര് സയൻസ് പഠിച്ചിട്ടുണ്ടാകാം, ടെക്നോളജി പഠിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവര് ഇല്ല. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم. دابة എന്താണ്? ജീവി. ജീവി. دابة في الأرض ولا طائر. طائر പക്ഷി. طائറിന്റെ ബഹുവചനം എന്താ? വയറ്. طائر. തുയൂർ. തുയൂർ. طائر طيور طير طائرة. طائرة എന്താ? طائرة. طائرة എന്താ ശേഷം? പ്ലെയിൻ അല്ലേ? അത് പ്ലെയിൻ ആണ്. طائرة പ്ലെയിൻ. ولا طائر يطير بجناحيه, രണ്ട് ചിറകിൽ പറക്കുന്ന. രണ്ട് ജനാഹ് ചിറക്. ഫ്ലൈറ്റ് തകർന്നപ്പോഴാണ് ചിറകിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ജനാഹൈഹി, രണ്ട് ചിറകിൽ പറക്കുന്ന പക്ഷിയും ഇല്ല ഉമമുൻ അംസാലുക്കും. ഉമമുന്റെ ഏകവചനം ഐഷയുടെ മൈക്കിലാണ് എന്താ കുഴപ്പം കേട്ടോ? ഉമ്മത്ത്. ഐഷയുടെ മൈക്കിന് കുഴപ്പമുണ്ട്. ഉമ്മത്തിന്റെ ബഹുവചനാണ് ഉമമുൻ. അംസാലുക്കും, അംസാലിന്റെ ഏകവചനം മിസില്. മിസില്. അംസാലുക്കും മിസില പോലെ. അംസാലുക്കും നിങ്ങളെപ്പോലുള്ളവർ, നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങളാണ് അവയും. നിങ്ങൾ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ കീടനാശിനി അടിച്ച് നശിപ്പിക്കുമ്പോൾ എന്നിട്ട് അതേ സമയത്ത് തന്നെ നമ്മൾ ജീവിത ചക്രമൊക്കെ പഠിക്കും. ഇതിന്റെ ചക്രങ്ങൾ ഓരോന്നും, ഒന്നിനെ തിന്നും, മറ്റേ അതിനെ തിന്നും, അതിനെ തിന്നും, ഇതിനെ തിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷനൊക്കെ ചക്രങ്ങളെ പഠിക്കും. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇതിനെന്ത് ചെയ്യും? മുമ്പാരോ പറഞ്ഞായിരുന്നു, ഇവിടെ കീടനാശിനി വിൽക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കീടനാശിനി വിൽക്കാൻ വേണ്ടി അവർ ചെയ്ത് കീടങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണി എന്താണെന്നറിയാമോ? ഈ കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്ന ചില ജീവികൾ, ആ ജീവികൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് പണങ്ങൾ തരാവുന്നത്. കാരണം തവളയെ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പോർട്ട് ചെയ്യുക. തവളയുടെ മാംസം ഞങ്ങൾക്ക് വേണം, തവളയെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം. തവളയെല്ലാം ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തപ്പോൾ എന്തായി? കീടങ്ങൾ വർദ്ധിച്ചു. അപ്പൊ കീടങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളെ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മരുന്ന് തരാൻ പറഞ്ഞു. ഇതാണ് ബുദ്ധി. അപ്പൊ അതാണല്ലോ പറയുന്നത്, ഇല്ല ഉമമുൻ അംസാലക്കും, നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങളാണ്, അവർക്കും ദൗത്യങ്ങളുണ്ട്. ഉമ്മത്തെന്താ? ഉമ്മത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദൗത്യമുള്ളതാണ്. ഉമ്മത്ത് കുന്തും ഹൈറ ഉമ്മത്തിന് എന്ന് പറഞ്ഞു, നിങ്ങൾ ഉത്തമമായ ഒരു സമൂഹമാണ്. അപ്പൊ ഉമ്മത്തെന്ന് നമ്മളെ കുറിച്ച് പറയാൻ കാര്യം എന്താ? നിങ്ങൾക്ക് ഒരു എയിം ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്, ഒരു സെറ്റ് ചെയ്യപ്പെട്ട ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ ഉള്ളതിനെയാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. അല്ലാത്ത ഗോൾ ഇല്ലെങ്കിൽ ഒരു കൗമാണ്, ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ടുള്ള ഒരു സമൂഹമാണ്.
അവരിൽ കാഫർ ഉണ്ടാവും, മുശ്രിക് ഉണ്ടാവും, ആബിദ് ഉണ്ടാവും, വഹീദ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഉമ്മത്ത് എന്ന് പറഞ്ഞപ്പോ എന്തായി? ഉമ്മത്തിന് ഒരു ലക്ഷ്യം, ഒരു 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 ഗോളുണ്ട്. അപ്പൊ അതേപോലെ ഒരു ദൗത്യം നിർവഹിക്കാനുള്ള സമൂഹങ്ങളാണ് അവയും. എല്ലാ ഉമ്മമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ മാത്രമാണ്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ചിലങ്ങളിലൂടെ വായിച്ചു പോയാൽ പോരാ. മാ ഫറത്ന, ഫറത്ത അത് പുതിയ വാക്കാണ് തോന്നുന്നു അല്ലേ? അതെ. ആ, വീഴ്ച ഫറത്ത വരുത്തി. വീഴ്ച വരുത്തി, വീഴ്ച വരുത്തി, ഉപേക്ഷ വരുത്തി, ഉദാസീനത കാണിച്ചു എന്നൊക്കെയുള്ളതാണ് ഫറത്ത. മാ ഫറത്ന, നാം ഫറക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഉസ്താദ്, കഴിഞ്ഞ പാഠത്തിൽ. ഇതിലാണ് അല്ലേ? കഴിഞ്ഞ അല്ല, ക്ലാസ്സിൽ 31-ാമത്തെ ആയത്തില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വന്നു. ആ, ആ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. 31-ാമത്തെ ആയത്തിൽ. 31 ഒന്ന് മാ ഫറത്ന ഫീഹാ മാ വഹും ഫറത്ന ഫീഹാ വഹും യഹ്മിലൂൻ. യഹ്മിലൂന ഔസാറ. ഓക്കെ. അപ്പൊ മാ ഫറത്ന ഫിൽ കിതാബി മിൻ ശൈ, കിതാബിൽ നിന്നും ഒന്നും നാം എന്ത് ചെയ്തിട്ടില്ല, വീഴ്ച വരുത്തി. കിതാബിലെല്ലാം തന്നെ ഉണ്ട്. അതാണ് തിബ്യാനം വ തഫ്സീലൻ ലികുല്ലി ശൈ എന്ന് പറയുന്നത്. എല്ലാത്തിനെയും വിശദമാക്കിക്കൊണ്ടുള്ളതാണ്. പക്ഷെ ചിന്തിച്ച് പാഠം ഉൾക്കൊണ്ടാലേ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത്രയും സംഗ്രഹമായിട്ടൊരു കാര്യം വളരെ വിശദമായിട്ട് തന്നു കഴിഞ്ഞാൽ എല്ലാം വായിച്ചു ചേർക്കാൻ പറ്റും. അതേസമയം സംഗ്രഹമായിട്ട് തന്നാൽ ഓരോന്നിനെ കുറിച്ചും പഠിക്കേണ്ടവർക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈ, ഒന്നും തന്നെ നാം വിട്ടു കളഞ്ഞിട്ടില്ല. ഒരു വസ്തുവിൽ നിന്നും നാം വീഴ്ച വരുത്തിയിട്ടില്ല. കിതാബിൽ വീഴ്ച വരുത്തിയിട്ടില്ല, കിതാബിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. സുമ്മ ഇലാ റബ്ബിഹിം യഹ്ശറൂൻ, പിന്നീട് അവർ അവരുടെ റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. യഹ്ശറൂൻ, യഹ്ശറൂൻ എന്ത് തരം ക്രിയയാണ്? എന്ത് തരം ക്രിയയാണ്? മഅറൂഫാണോ മജ്ഹൂലാണോ? മജ്ഹൂൽ. മജ്ഹൂലാണ്. ഈ യഹ്ശറൂൻ എന്ന വാക്കിന്റെ മഅറൂഫ് എന്തായിരിക്കും? യഹ്ശറൂൻ. യഹ്ശുറൂൻ. യഹ്ശുറൂൻ. അശറ അശറ യഹ്ശുറു. യഹ്ശുറു. അശറു. യഹ്ശുറു. യഹ്ശുറു ഒരുമിച്ച് കൂട്ടും. പിന്നീട് അവരുടെ റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടാം. കാരണം അവിടെയാണ് ഫൈനൽ ജഡ്ജ്മെന്റും ഫൈനൽ ഡിസിഷൻ എല്ലാം, അവസാന തീരുമാനങ്ങളും വിധിയൊക്കെ അവിടെയാണ് നടക്കുന്നത്. അപ്പോ അവരെന്ത് വീഴ്ച വരുത്തിയാലും, അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ച വരുത്തിയാലും ആ വീഴ്ചയെല്ലാം അവിടെ സമാധാനം ബോധിപ്പിക്കേണ്ടതുണ്ട്. والذين كذبوا بآياتنا صم وبكم في الظلمات. ഒരു ആയത്ത് ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരുപാട് ആയത്ത് ദിവസവും ദിനേന നിങ്ങൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷെ ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ദിനേന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെ കുറിച്ച്. ഇന്നലെ ഒരു ദൃഷ്ടാന്തം കണ്ടു, പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിച്ചു? ആരും ചിന്തിക്കുന്നില്ല. വല്ലദീന കസ്സബൂ ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവർ. അവർ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, സൂക്തങ്ങൾ, അവയെ കളവാക്കുന്നവർ, അവയെ പുച്ഛിച്ച് തള്ളുന്നവർ, അവയെ ഒഴിവാക്കുന്നവർ, നിഷേധിക്കുന്നവർ സുമ്മുനാണ്. സുമ്മുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏകവചനം എന്താ? അസമ്മാണ് ഏകവചനം. അസമ്മിന്റെ ബഹുവചനമാണ് സുമ്മുൻ. ബുക്കുമുൻ ഏകവചനം അഹദുഹുമ അബുക്കമു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തില്ലേ? അപ്പൊ അഹദ് ഏകവചനമാണെന്ന് മനസ്സിലായി. അഹദുഹുമ അബുക്കമു. അപ്പം അസമ്മ് അതേപോലെയാണ്, അബുക്കം പോലെയാണ് അസമ്മ്, ബുക്കുമൻ സംസാരിക്കാത്തത്. മാത്രമല്ല അവർ അന്ധകാരത്തിലാണ്. കുറ്റാക്കൂരിട്ടത്ത് ഇല്ലാത്ത കരിമ്പൂച്ചയെ തേടുന്നവനെ പോലെയാണ്. കുറ്റാക്കൂരിട്ടാണ്, ലുലുമാത്തിലാണ്. അവിടെ ഒരു കരിമ്പൂച്ച ഇല്ല,
പക്ഷെ അവൻ ആ കരിമ്പൂച്ചയെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നതുപോലെയാണ്. അവൻ സുമ്മാണ്, ബുക്കുമാണ്. അവന് ഒരു ആയത്ത് കണ്ടാലും ഒന്നും മിണ്ടാൻ പറ്റൂല. ഒരു ആയത്ത് കണ്ടാലും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവന് ഒന്നും ബോധം അവന് ഉണ്ടാവുന്നില്ല. മൻ യശഇല്ലാഹു യുദ്ലിൽഹു, അള്ളാഹ് ഉദ്ദേശിക്കുന്നവന് യുദ്ലിൽഹു. യുദ്ലിലിന്റെ പേര് മാളി അവല് വചന എന്താണ്? അവല്ല. അവല്ല. അതല്ല. പിന്നെ അതല്ലയുടെ ലാം എങ്ങനെ രണ്ട് ലാമായി? പിന്നെ എങ്ങനെ സുക്കൂൻ വന്നു? പിരിച്ചത്. രണ്ട് ശ്രദ്ധ പിരിച്ചു ശ്രദ്ധ പിരിച്ച് ആ എന്തിനാ പിരിച്ചത്? അവിടെ ഇവാഫത്ത് വന്നു. ഇത് ഇത് യുദ്ലിൽ മത്ത കൊടുക്കാൻ പറ്റാണ്ട് എന്നത് യുവലിൽ ഇലാഫത്തില്ല. യുദ്ലിൽ ക്രിയയാണ്. അതിനെ വേറെ ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ അത് ലാമിന് ആദ്യത്തെ ലാമിന് അതല്ലഹുല്ലാഹു യുദില്ലുഹുല്ലാഹു എന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഹൂ ചേർത്താലൊന്നും പിന്നെ ശബ്ദ മാറില്ല. ഇവിടെ ശബ്ദ മാറിയത് മൻ യശ എന്നത് എന്താണ്? മൻ, ഏതൊരുവൻ, കണ്ടീഷനാണ്. ഏതൊരുവന് അള്ളാഹ് ഉദ്ദേശിക്കുന്നുവോ യുദിൽഹു, അപ്പൊ എന്താണ് കണ്ടീഷന്റെ റിസൾട്ട് എന്തായിരിക്കും? അത് ജസ്മ് ചെയ്യപ്പെട്ടതായിരിക്കും, സുക്കൂൻ ചെയ്യപ്പെട്ട ക്രിയയായിരിക്കും. അപ്പൊ സുക്കൂൻ ചെയ്യണമെങ്കിൽ അവസാനത്തെ ഷെഡ് അഴിച്ചിട്ടേ സുക്കൂൻ ചെയ്യാൻ പറ്റും. സുക്കൂൻ ചെയ്യുന്ന സമയത്താണ് ആ ഷെഡ് അഴിച്ചത്. മൻ യശഇല്ലാഹു യുദ്ലിൽഹു, ആരെ അള്ളാഹ് ഉദ്ദേശിക്കുന്നു അവനെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ വഴിതെറ്റിക്കേണ്ടവനെ ആരെ എന്ന്, തെറ്റിച്ചു പോകേണ്ടത് ആരെന്ന് അള്ളാഹ്ക്കറിയാം. നമ്മൾ പ്രകൃതിയുടെ ചിത്രയാണെന്നൊക്കെ നടപടിക്രമമാണെന്നൊക്കെ പറയും. അതേപോലെ അള്ളാഹ് മനഃപൂർവ്വം ചെയ്തു എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ ഖാലിഖും ബദീഉം ആയ അള്ളാഹ്ക്ക് അറിയാം. റബ്ബും എന്താണ് ഇലാഹും ഒക്കെയായ അള്ളാഹ്ക്ക് അറിയാം ഏതൊരുവൻ എങ്ങനെയാണ് പോകുന്നത്. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മൻ യശഇല്ലാഹു യുദ്ലിൽഹു വമൻ യശ, ആരെ അവൻ ഉദ്ദേശിക്കുന്നു? വമൻ യശ, ആദ്യത്തെ മൻ യശ തന്നെയാണ്. പക്ഷേ ശേഷം അടുത്ത അക്ഷരത്തിന് സുക്കൂൻ ആയതുകൊണ്ട് യശഇനെ കസ്ർ കൊടുത്ത് യശ ഇല്ലാഹു എന്ന് പറഞ്ഞതാണ്. രണ്ടാമത് വമൻ യശ, ആരെ അള്ളാഹ് ഉദ്ദേശിക്കുന്നു? യജ്അൽഹു, അവിടെ കണ്ട യജ്അൽ ലാമിന് സുക്കൂൻ വന്നു. യജ്അൽഹു അവിടെ ജസ്മ് ചെയ്തു. യജ്അലിനെ നേരത്തെ പറഞ്ഞ യുദ്ലിൽ പറഞ്ഞതുപോലെ അവനെ യജ്അൽഹു ആക്കുന്നു അലാ സിറാത്തി മുസ്തഖീം, റൈറ്റ് ഫോർവേഡ് ആയ, അല്ലെങ്കിൽ ഏറ്റവും നിർജ്ജുവായ നേരായ മാർഗത്തിലേക്ക് അവനെ നേർവഴിയിലാക്കും. നേർവഴി പോകണമെന്ന് ഉദ്ദേശിക്കുന്നവൻ എന്നെ അള്ളാഹ്ക്ക് മനസ്സിലാകും. അള്ളാഹ് അവൻ എന്ത് ചെയ്യും? നേർവഴിയിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. ഫസനിയസ്സിർഹു ലിൽ യുസ്റ, അവന് എളുപ്പ വഴിയിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. ഖുൽ അറഅയ്തും ഇൻ അതാകും അസാബുല്ലാഹി ഔ അതത്കുമുസ് സാഅതു അഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സ്വാദിഖീൻ. പിന്നെ വീണ്ടും ദുആയിലേക്ക് പോവുകയാണ്. ഖുൽ, ചോദിക്കൂ, അറഅയ്തും, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചാൽ അറഅയ്തകും എന്ന് വെച്ചാൽ അറഅയ്തകും എന്ന് പറഞ്ഞാൽ അറഅയ്തകും, അറഅയ്തല്ലദി എന്ന് ചോദിക്കും. അറഅയ്തകും എന്ന് പറഞ്ഞാൽ അറഅയ്തല്ലദി എന്ന് പറഞ്ഞത് നീ ഒരുത്തനെ കണ്ടോ? അറഅയ്തകും, നിങ്ങളെ കണ്ടോന്ന്. അപ്പൊ എന്താ പറയാ? നിങ്ങൾ എന്ത് പറയുന്നു എന്നാണ്. നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നു? അറഅയ്തകും, അത് കും പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അഭിസംബോധിതർ ബഹുവചനമായതുകൊണ്ട്. അഭിസംബോധിതർ ബഹുവചനം ആയതുകൊണ്ട് അറഅയ്തകും. ദാലിക്കുമുല്ലാഹു എന്നൊക്കെ പറയുന്ന പോലെ ദാലിക്ക ബഹുവചനം പറയുമല്ലോ. ദാലിക്കും എന്ന് പറയും. അപ്പോ ബഹുവചനം ഒരു കൂട്ടം ആൾക്കാരോട് പറയുമ്പോഴാണ് ദാലിക്കും ഉപയോഗിക്കുക. ദാലിക്കും. അതുപോലെ അറഅയ്തകും, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ കണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നോ? എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഇൻ അതാകും അസാബുല്ലാഹ്, അള്ളാന്റെ ശിക്ഷ നിങ്ങളുടെ അടുക്കൽ വന്നാൽ. അതാ വന്നു. അതാ എന്നത് ക്രിയയാണ്. അതിനെന്തില്ല? മഫ്ഊൽ ബിഹി, ആവശ്യമില്ലാത്ത ക്രിയയാണ്. ജാ പോലെ. അതേസമയം അതിന്റെ കൂടെ മഫ്ഊൽ ബിഹി വരും. മഫ്ഊൽ ബിഹി വരും. ജാ ബി വേറെയാണ്. ജാ ബി വേറെ, ജാഅക്കും വേറെ. ജാ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്.
ജാഅക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ വന്നു. ഉം. അതേപോലെ അതാ ബിഹി കൊണ്ടുവന്നു. അതാക്കും നിങ്ങളുടെ അടുക്കൽ വന്നു. അതാ ബിഹി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. അത്തായുടെ ശേഷം ബി ചേർത്ത് വന്ന് പറഞ്ഞാൽ ആ സാധനം, ആ സംഗതി കൊണ്ടുവന്നു. അതാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ വന്നു. ഇൻ അതാക്കും അസാബുള്ള, അള്ളാന്റെ ശിക്ഷ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഔ അത്തത്കുമുസ്സാഅതു, അന്ത്യനാൾ നിങ്ങളുടെ അടുക്കൽ വന്നു, അല്ലെങ്കിൽ അന്ത്യനാൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, അസാ അന്ത്യനാൾ വന്നു ആഗതമായി, അള്ളാന്റെ ശിക്ഷയോ അന്ത്യനാളോ നിങ്ങൾക്ക് ആഗതമായാൽ, ആ ഗൈറല്ലാഹി തദ്ഉൻ, നിങ്ങൾ അള്ളാഹിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുമോ? വേറെ സ്ഥലത്ത് പറഞ്ഞെന്താ, ഇതാ ഘശിയഹും മൗജിൻ കൽദുലലി. അപ്പൊ ഖുറൈശികൾ സമുദ്രത്തിൽ സഞ്ചരിക്കുകയാണ്. മക്കക്കാർ സമുദ്രത്തിൽ സഞ്ചരിക്കാൻ പോയാൽ ആ സമുദ്രം പ്രക്ഷുബ്ധമാകുന്ന സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യും? കടലിൽ കോളുണ്ടായാൽ കടലിൽ അന്നേരം അവർ പ്രാർത്ഥിക്കുന്നത് അള്ളയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അത് തെളിവാണ്. അതെന്താണ്? യാഥാർത്ഥ്യമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെയും ചോദിക്കുന്നത്. അള്ളാന്റെ ഒരു ശിക്ഷ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, നമ്മൾ സൂറത്തുൽ ഫീലിലും പഠിച്ചു. സൂറത്തുൽ ഫീലിൽ എന്താ പഠിച്ചു? സൂറത്തുൽ ഫീലിൽ എന്താ അവരെന്ത് ചെയ്തു? അള്ളാഹയോടാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്. അലം തറ കൈഫ റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന് ചോദിച്ചിട്ട് എന്താ പറഞ്ഞത്? ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞങ്ങളെ ഒട്ടകത്തേക്ക് ഞങ്ങൾക്ക് വിട്ടുതരിക. കാഴ്ബയുടെ കാര്യം അതിന്റെ റബ്ബ് നോക്കും. കാഴ്ബയുടെ കാര്യം കാഴ്ബയുടെ ഉടമസ്ഥൻ നോക്കിയോളും. ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥന് ഒട്ടകത്തെ വിട്ടുതരാം. അങ്ങനെ എന്ത് ചെയ്തു? എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തെ വാങ്ങിക്കൊണ്ട് പോയി കാഴ്ബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചു. അവിടെ 360 വിഗ്രഹങ്ങൾ അതിനകത്തുണ്ടായിരുന്നവർ ഒരു വിഗ്രഹത്തോടും ഒന്നും ചോദിച്ചില്ല. മറിച്ച് എന്ത് ചെയ്തു? കാഴ്ബയുടെ കില്ല പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് ഈ രക്ഷിതാവ്, ഈ ബൈത്തിന്റെ രക്ഷിതാവ്, ഉടമസ്ഥൻ നീയാണ്. അതുകൊണ്ട് ഈ വീട്ടിനെ നീ തന്നെ സംരക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയി. എല്ലാരും മാറി, മലബാരം പോയി. അതാണ് ഈ ചോദിക്കുന്നത്. ഇൻ അതാക്കും അസാബുള്ള, അള്ളാന്റെ ശിക്ഷ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഔ അത്തത്കും മുസ്സാ, അല്ലെങ്കിൽ അന്ത്യനാൾ ആഗതമായാൽ, ഗൈറല്ലാഹി, അള്ളാഹ് അല്ലാത്തവരെയാണോ തദ്ഊന നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് ഗൈറിന് ഫത്ഹ കൊടുത്തത്? അള്ളാഹുവിന്റെ അള്ളാഹു ഇലാമത്ത് ചെയ്യുമ്പോൾ ആദ്യത്തിന് ഫത്ഹ കൊടുക്കും. അല്ല ഗൈറല്ലാഹി തദ്ഊന, തദ്ഊനയുടെ മഫ്ഊൽ ബിഹിയാണ് ഗൈർ. എന്ത് ചെയ്തു? മഫ്ഊൽ ബിഹിയെ മുമ്പേ പറഞ്ഞു. ഇനി അതിനെ കുറിച്ച് പിന്നെ പറയാനുണ്ട്. സമയമുണ്ടോ? പിന്നെയും പറയണ്ട അതിനെ കുറിച്ച്. മഫ്ഊൽ ബിഹി അഥവാ കർമ്മത്തെ മുമ്പേ പറഞ്ഞു. കർമ്മം പിന്നീടാണ് വരേണ്ടത്. ഫായിലും പറഞ്ഞതിന് ശേഷമാണ് മഫ്ഊൽ ബിഹി വരേണ്ടത്. മഫ്ഊൽ ബിഹി ആദ്യം പറഞ്ഞു. ആ തദ്ഊന ഗൈറല്ലാഹി എന്നാണ്. പറയാൻ പോണേ. ഇയ്യായെ കുറിച്ച് നമ്മൾ ചർച്ചയാണ്. ഗൈറല്ലാഹി തദ്ഊൻ, അല്ലെങ്കിൽ ആ തദ്ഊന ഗൈറല്ലാഹി, ആ തദ്ഊന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമോ ഗൈറല്ലാഹി, അള്ളാഹ് അല്ലാത്തവരെ എന്നാണ് ചോദ്യം. ഇവിടെ എന്ത് ചെയ്തു? ഗൈറിനെ മുമ്പേ പറഞ്ഞു. അപ്പൊ എന്തിനാണത്? മഫ്ഊൽ ബിഹിയെ മുമ്പേ പറയുന്നത് അതിനെ എംഫസൈസ് ചെയ്യാൻ, ഊന്നി പറയാൻ. അള്ളാഹ് അല്ലാത്തവരെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഗൈറല്ലാഹി തദ്ഊൻ ഇൻ കുന്തും സാദിഖീൻ. അപ്പൊ തദ്ഊന ഇൻ കുന്തും, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ കാര്യം പറയൂ എന്നാണ്. അറഅയ്തും മിൻ അതാക്കും അസാബുല്ലാഹി ഔ തദ്കും സഅതു ഗൈറല്ലാഹി തദ്ഊൻ ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പറയൂ. നിങ്ങൾക്ക് ആപത്ത് സംഭവിച്ചാൽ, നിങ്ങൾക്ക് ഒരു വലിയ ശിക്ഷ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ അന്ത്യനാൾ ആഗതമായാൽ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കും? അള്ളാഹ് അല്ലാത്തവരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പറയൂ. കുന്തും സാദിഖീൻ. ബൽ ഇയ്യാഹു തദ്ഊൻ, ബൽ എന്നാൽ അതല്ല, ഇയ്യാഹു അവനെയാണ്, അല്ലെങ്കിൽ അവനെ മാത്രമാണ്
തദ്ഊന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കും. എന്തിനാ ഇയ്യ മുമ്പേ പറഞ്ഞത്? അപ്പൊ ഇയ്യ കംപ്ലീറ്റ് വായിച്ചു നോക്കിയായിരുന്നു. ഇയ്യ തന്നിട്ടുള്ള ആയത്ത് നമ്പറൊക്കെ നമ്മൾ തന്നു. നിങ്ങൾ സെർച്ച് ചെയ്യാൻ സമയം എടുക്കണം എന്ന് വിചാരിച്ചു. ആയത്ത് നമ്പർ ആയത്തും തന്നു അല്ലേ? വായിച്ചു നോക്കി. വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞത് ആയത്ത് നമ്പർ കൊടുക്കാനാണ്. അവര് ആയത്തും തന്നിട്ടുണ്ട് അല്ലേ? ആയത്തും തന്നില്ലേ? ആയത്തും തന്നു. ആയത്ത് തന്നെ തന്നു. നിങ്ങൾ സ്വന്തം വായിച്ചു നോക്കിയാൽ മതിയായിരുന്നു. എല്ലാം വായിച്ചു നോക്കിയായിരുന്നോ? അവിടെയൊക്കെ എന്താണ്? ഹുവയാണ് മഫ്ഊലുൻ ബിഹി. ഹുവയാണ് മഫ്ഊലുൻ ബിഹി. അല്ലെങ്കിൽ ഇയ്യായോടൊപ്പം എന്താണ് ചേർത്ത് വന്നിരിക്കുന്നത്? ഇയ്യാന എന്ന് പറയുമ്പോൾ നെഹ്നു. നെഹ്നു ആണ് മഫ്ഊലുൻ ബിഹി. അതേപോലെ ഇയ്യാക്ക എന്ന് പറയുമ്പോ അന്തയാണ് മഫ്ഊലുൻ ബിഹി. ഇയ്യാന എന്ന് പറയുമ്പോ ഇയ്യായ എന്ന് പറയുമ്പോൾ അനയാണ്. അപ്പൊ ഈ മഫ്ഊലുൻ ബിഹി പറയുമ്പോൾ മഫ്ഊലുൻ ബിഹിയെ നമ്മൾ ഹുവ ഹും അൻത അൻതും അന നഹ്നു പോലെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അത് കർത്താവിന്റെ രൂപമാണ്. കർത്താവിന്റെ രൂപത്തിലായ അങ്ങനെ വരുവുള്ളൂ. ഹുവ എന്ന് പറയുമ്പോൾ അവൻ പ്രവർത്തി ചെയ്ത ആളിനെ കുറിച്ച് പറയുമ്പോഴേ അങ്ങനെ പറയാൻ പറ്റും. പ്രവൃത്തിയുടെ ഫലം ഏറ്റിയ ആളിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയേണ്ടി വരും? അപ്പൊ ഹുവ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേറെ ഒരു സംഭവം അതിന്റെ കൂടെ ചേർത്തത്. അത് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കണം. ആയത്തുകളില്ല ഒന്നുകൂടെ വായിച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. എഴുതിയെടുക്കാന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഇയ്യാന വന്നിട്ടുണ്ടെങ്കിൽ 1 പ്രാവശ്യം എഴുതിയാണ്. ഇയ്യാക്ക 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇയ്യാക്ക 1 പ്രാവശ്യം എഴുതിയാണ്. അങ്ങനെ ഓരോന്നും ഓരോ ഉദാഹരണങ്ങൾ. ഓരോ ഉദാഹരണം. ഇപ്പം ഇയ്യാഹു വന്നിട്ടുണ്ട്, ഇയ്യാക്ക വന്നിട്ടുണ്ട്, ഇയ്യാന വന്നിട്ടുണ്ട്, ഇയ്യ വന്നിട്ടുണ്ട് അല്ലേ? ഇയ്യാഹു. ഇയ്യാഹും ഉണ്ടാവില്ല. ഇയ്യാഹുമില്ല. ഇയ്യാക്ക ഉണ്ട്, ഇയ്യാക്കും ഇല്ല. ഇയ്യാഹുണ്ട്. ഉണ്ടായിക്കോട്ടെ. അത് ഉള്ളത് എന്താണ്? ഓരോന്നും ഓരോ പ്രാവശ്യം എഴുതുക. എന്നിട്ട് മൊത്തം എഴുതിയിട്ടാണ് അതിരണം. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ എന്താണ്? യാക്കും എന്ന് പറയുമ്പോൾ അന്തുമാണ് മഫ്ഊലുൻ ബിഹി. അന്തും മഫ്ഊലുൻ ബിഹിയാണ്. അപ്പൊ മഫ്ഊലുൻ ബിഹിയെ ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. മഫ്ഊലുൻ ബിഹിയെ ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമേ പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ ഇയ്യ ചേർത്തിട്ടേ പറയാൻ പറ്റും. പിന്നെ അതൊന്ന്. രണ്ടാമത്, ഈ മഫ്ഊലുൻ ബിഹി മുമ്പേ പറയുന്നു. അതുകൊണ്ടാണ് അത് ഒറ്റയ്ക്ക് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ തദ്ഊനഹു എന്ന് പറഞ്ഞാൽ മതി. ബൽ തദ്ഊനഹു അല്ല, അല്ലെങ്കിൽ എന്നാൽ തദ്ഊനഹു നിങ്ങൾ അവനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം ഹുവയെ മുമ്പേ പറയേണ്ടി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇയ്യ എടുത്ത് ചേർത്ത് പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇയ്യ ചേർന്ന് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇയ്യ എന്ന് പറഞ്ഞാൽ മാത്രവും പിന്നെ മാത്രമാണ്, അതേപോലെ തന്നെയാണ് എന്ന് വരുന്നത്. എന്തുകൊണ്ടാണ് ഇയ്യ ചേർന്ന് വരുമ്പോൾ അർത്ഥം വരുന്നത്? മഫ്ഊലുൻ ബിഹി മുമ്പേ പറയുമ്പോഴാണ് ഇയ്യ ചേർത്ത് പറയുന്നത്. മഫ്ഊലുൻ ബിഹി ശേഷം പറയുമ്പോൾ അത് പ്രത്യേകം പറയേണ്ടി വരില്ല. മിക്കവാറും പ്രത്യേകം പറയേണ്ടി വരില്ല. ഉദാഹരണം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണം വേറെ ഒരു സ്ഥലങ്ങളിൽ വേറെ പിന്നെ പിന്നീട് വന്നിട്ടുണ്ടെന്ന് തോന്നും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ മഫ്ഊലുൻ ബിഹിയെ മാത്രം പറയേണ്ടി വരുമ്പോൾ ഇയ്യ ചേർത്ത് പറയും. മഫ്ഊലുൻ ബിഹിയെ ചിലപ്പോൾ ഫേലിന് ശേഷവും ഇയ്യ ചേർന്ന് വരാം. അങ്ങനെ വരുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മഫ്ഊലുൻ ബിഹിയെ മാത്രം പറയേണ്ടി വരും. തദ്ഊനയുടെ കൂടെ മഫ്ഊലുൻ ബിഹി പറയേണ്ടി വരുമ്പോൾ തദ്ഊനഹു എന്ന് പറഞ്ഞാൽ മതി. തദ്ഊനഹു എന്ന് പറഞ്ഞാൽ മതി. ഈ തദ്ഊനയുടെ കൂടെ തദ്ഊനയ്ക്ക് ശേഷം തദ്ഊന ഇയ്യാഹു എന്ന് വേണം ചിലപ്പം പറയും. എന്താണ് അവിടെ ഊന്നി പറയാൻ വേണ്ടി അവനെ തന്നെയാണ് നിങ്ങൾ അവനോട് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ഒറ്റയ്ക്കും പറയാം. അപ്പം അധികവും എന്താണ്? മുമ്പേ പറയുമ്പോഴാണ് ഇത് ഒറ്റയ്ക്ക് വരുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് എന്നത് ഇയ്യ ചേർത്ത് പറയും. ബൽ ഇയ്യാഹു തദ്ഊൻ, അവനെ മാത്രമാണ്, അവനോട് തന്നെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്.
ഫയക്ഷിഫു അത് പുതിയ പദമാണോ? അല്ല, അല്ല. വന്നിട്ടുണ്ട്, ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ട്, ഈ സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? യക്ഷിഫുവിന്റെ മാതി എന്താണ്? കശഫ. കശഫ യക്ഷിഫു. അലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? പിന്നെ അലിമയല്ല, കശഫ വരുമ്പോഴത്തേക്ക് എന്താണ്? കശഫ യക്ഷിഫു അമില അല്ല, അതെ സെമിയ യസ്മഹു. അതല്ല സെമിയ അലിമ ഫതഹു യഫ്തഹു. ലറബ യളിരിബു വന്നു കഴിഞ്ഞാല് മാള് ലറബയായിരുന്നു. അപ്പൊ യക്ഷിഫു വന്നാൽ മാള് കശഫയായിരുന്നു. അപ്പൊ യക്ഷിഫു എന്ത് ചെയ്യുന്നു? എന്താർത്ഥം? മറന്നേക്കി. മറ നീക്കുക എന്നാണ് ശരിക്കും അർത്ഥം കേട്ടാ. മറ കശഫ വെളിവാക്കി എന്നാണ്. ഇവിടെ എന്താ അർത്ഥം? യക്ഷിഫു മാറ്റുന്നു. മാ തദ്ഊന ഇലൈഹി. യക്ഷിഫു മാ തദ്ഊന ഇലൈഹി. അസ്സലാമു അലൈക്കും. മുബാറക്കാണ് മക്കത്തുനിന്ന് വിളിക്കണത്. ശരിക്കും നെറ്റ് കിട്ടണില്ല, ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കേൾക്കണുള്ളൂ. അത് നിങ്ങളുടെ നെറ്റിന്റെ കുഴപ്പമാണ് അവിടെ. അല്ലാതെ ഇവിടെ നെറ്റിന്റെ കുഴപ്പമാണ്, അറിയാം. നിങ്ങളുടെ നെറ്റിന്റെ കുഴപ്പമാണ്. അതെ. ഇതെല്ലാം കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാം സമാധാനത്തോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അല്ലാഹ് നിങ്ങളുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കട്ടെ. മബ്രൂറുമായ ഹജ്ജായിട്ട് അല്ലാഹ് മാറ്റി. ആമീൻ. ആമീൻ ആമീൻ ആമീൻ. രാവിലെ ഒരു ബസ് കൂട്ടി കൊണ്ടുവന്നോ? ഒരു ബസ് പോയി, ഒരു ബസ് സ്റ്റാർട്ടിങ്ങിൽ വെച്ച് ലാസ്റ്റ് ഉണ്ടാക്കണ്ടേ, ഉണ്ടാക്കണ്ടേ. യക്ഷിഫു മാ തദ്ഊന, എന്തിനെ കുറിച്ചാണോ നിങ്ങൾ എന്തിനെ കുറിച്ചാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്, ഏതൊരു ആപത്തിനെ സംബന്ധിച്ചാണോ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചത്, അതിനെ എന്ത് ചെയ്യുന്നു? അവൻ മാറ്റിത്തരുന്നു. യക്ഷിഫു അവൻ മാറ്റിത്തരുന്നു. മാ തദ്ഊന, ഏത് ആപത്തിനെ സംബന്ധിച്ചാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് അതിനെ. ഇലൈഹി, അവനോട് ഏത് ആപത്തിനെ കുറിച്ചാണോ പ്രാർത്ഥിച്ചത് അത് അവൻ മാറ്റിത്തരും. ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ. അള്ളാഹ് അതില് നന്മയുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ അള്ളാഹ് ആപത്ത് നീക്കി തരുള്ളൂ. അള്ളാഹ് എപ്പോഴും എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിന് ഒരു ക്രമം അള്ളാഹ് കൊണ്ട്. എന്നാൽ നമുക്ക് അത് ഉചിതമാണ് എന്ന് അള്ളാഹ്ക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അത് നമുക്ക് തരികയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതല്ല ഉചിതമായത്, ഇതിനേക്കാൾ നല്ലത് വേറെ ഉണ്ടെങ്കിൽ നാം ഈ പ്രാർത്ഥന, ഈ കാര്യം ചോദിക്കുമ്പോൾ വേറെ അതിനേക്കാൾ നല്ല കാര്യം അള്ളാഹ് നൽകും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? തത്തുല്യമായ വേറൊന്ന് നൽകും. ഇതിനേക്കാൾ നല്ലത് നൽകും, അല്ലെങ്കിൽ തത്തുല്യമായ വേറൊന്ന് നൽകും. അല്ലെങ്കിൽ അവൻ എന്നോടാണ് പ്രാർത്ഥിച്ചത് എന്നോട് പ്രാർത്ഥിക്കുന്നു എന്നതിന്റെ കാര്യത്തിൽ അതൊരു നന്മയായി രേഖപ്പെടുത്തുകയും ചെയ്യും, അമൽ സ്വാലിഹാത്തായി രേഖപ്പെടുത്തുകയും ചെയ്യും. ചോദിച്ച കാര്യം തന്നെ തന്നുകൊള്ളണം എന്നില്ല. കാരണം അള്ളാഹ് ഖാലിഖാണ്, റാസിഖാണ്. അള്ളാഹാണ് എല്ലാത്തിനെ കുറിച്ചും നന്നായി അറിയുന്നവൻ, ഖബീർ. അപ്പൊ നമ്മുടെ ഭാവിയെ കുറിച്ച് അറിയുന്നവൻ അവനാണ്. നമ്മുടെ ഭാവി മനസ്സിലാക്കിക്കൊണ്ടാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥനകൾ സ്വീകരിക്കുകയോ അത് മാറ്റി നിർത്തുകയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ ചോദിച്ചതിനെ അവൻ ആപത്തിനെ മാറ്റിത്തരും. തൻസൗന മാറ്റി ശരിക്കൂൻ. ആ സന്ദർഭത്തിൽ ഈ അദാബ് ഇറങ്ങുന്ന സമയത്ത് തൻസൗന, നിങ്ങൾ മറക്കും. മാറ്റി ശരിക്കൂൻ, നിങ്ങൾ അവനോട് പങ്കു ചേർത്തതിനെ. ഇതിനൊക്കെയാണോ നിങ്ങൾ ശിർക്ക് ചെയ്തത്? അക്കാര്യത്തെയൊക്കെ നിങ്ങൾ നിങ്ങൾ മറക്കും. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്. വലഖദ് അർസൽന, അപ്പൊ വലഖദ് അർസൽന റസുലന എന്നാണ് ശരിക്കും. വലഖദ് അർസൽന, നാം അയച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്. ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള സമുദായങ്ങളിലേക്കും. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ എന്നാണ്. എല്ലാ സമുദായങ്ങളിലും ദൂതന്മാർ വന്നിട്ടുണ്ട്.
പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അറിയുമ്പോൾ കുറച്ച് ദൂതന്മാരെ കുറിച്ച് മാത്രം ഖുർആനിൽ പറയുന്നത്? ഖുർആൻ നേർക്ക് നേരെ അവതരിക്കുന്നത് മക്ക നിവാസികൾ അല്ലെങ്കിൽ മദീന സമൂഹത്തിലാണ്. ആ സമൂഹത്തിൽ ഏതൊരു സമൂഹത്തിലാണോ നേർക്കു നേരെ ഖുർആൻ അവതരിക്കുന്നത് അവരോടാണ് ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്നത്, അവരോട് ആണ് ഇത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അവരോടാണ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാകണം ഇങ്ങനെ ഒരു റസൂൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ അവർക്ക് മനസ്സിലാവും നൂഹ്, ഹൂദ്, സ്വാലിഹ്, ആദം, ഇദ്രീസ് പോലുള്ളവരെ അവർക്കറിയാമായിരുന്നു. അവർക്കറിയുന്ന ദൂതന്മാരുടെ പേര് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ ഖുർആനിൽ പരാമർശിച്ചു എന്ന് പറഞ്ഞാൽ അതേസമയം വേറെ എവിടെയും ദൂതന്മാർ വന്നിട്ടില്ല. ഈ പറഞ്ഞ ദൂതന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ എന്നല്ല. ومنهم من قصصنا عليك ومنهم من لم نقصص. ഈ സൂറത്തിൽ വരുന്നുള്ളതാണ്. പറഞ്ഞവരുമുണ്ട്, പേര് പറയാത്തവരും. അപ്പോ നിനക്ക് താങ്കൾക്ക് മുമ്പുള്ള സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും, നാം അവരെ പിടികൂടി. ബിൽ ബഅസാഇ, കഠിനമായ ക്ലേശം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, വദ്ദറാഅ്, വിഷമതകൾ കൊണ്ട്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യതദറഊൻ, അവർ വിനയാന്വിതരാകുന്നത്. അവർ അപ്പം ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന എന്തിനു വേണ്ടിയാണ്? വിനയാന്വിതരാകുന്നതിന് വേണ്ടിയാണ്. ഒരു വലിയൊരാപത്ത് ഇപ്പൊ നമുക്ക് സംഭവിച്ചു. ഒരു വലിയ സാങ്കേതിക വിദ്യയുടെ കൊളാപ്സ് ആണ് എന്ന് നമ്മൾ പറയാം. ഡബിൾ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ ജനസ്വീകാര്യതയുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ചില ന്യൂസ് ചാനലിൽ അതിനെ കുറിച്ച് വളരെ വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഈ പ്രഭാതത്തിൽ അവര് ചെയ്തിട്ടുണ്ട്, പുനഃപ്രക്ഷേപണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ആരോപണങ്ങൾ നേരത്തെ തന്നെയുണ്ട്. അതിനെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച ആളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നുകിൽ അവര് അവരുടെ പോസ്റ്റ് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ ഫ്ലൈറ്റ്, ഈ നമ്പറിലുള്ള ഫ്ലൈറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞ ആള്, അതിന്റെ ഡിഫക്റ്റ് സൂചിപ്പിച്ച ആളെ വെടിവെച്ച് കൊന്നുകൊണ്ടാണ്. ഷൂട്ട് ഡെഡ് എന്നാ പറയുന്നത്. എന്നിട്ട് അവിടെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നാണ് പറയും. അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് വരുത്തി തീർക്കാൻ. പക്ഷെ എന്താണ്, ഓരോ ആപത്ത് സംഭവിക്കുമ്പോഴും എന്താണ്, അവർ വിനയാന്വിതരായി തീരുന്നതിന് വേണ്ടിയാണ് അവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രയാസം, ദുരിതം വന്നപ്പോൾ എന്തുകൊണ്ട് അവർ എന്തുകൊണ്ട് അവർ വിനയാന്വിതരായില്ല? എന്തുകൊണ്ട് നിങ്ങൾ വിനയാന്വിതരാകുന്നില്ല? അവർ വിനയാന്വിതരായി. തദക്കറ ഗ്രൂപ്പാണ്. നമ്മുടെ പ്രയാസം, ദുരിതം വന്നപ്പോൾ എന്തുകൊണ്ട് അവർ വിനയാന്വിതരാകുന്നില്ല, അല്ലെങ്കിൽ ആയില്ല? പക്ഷേ കാസത്ത് കൊലൂബും, അവരുടെ ഹൃദയം എന്ത് ചെയ്തു? കാസത്ത് കടുത്തുപോയി. ദുരിതം, ഒരേ അർത്ഥം തന്നെയാണ്. കസത്ത് കുലൂബും, അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു? കടുത്തുപോയി. 8,000 വീടുകൾ നിർദ്ദയം പൊളിച്ചു മാറ്റി. എന്നിട്ട് ഇപ്പോൾ വന്നു നിന്നിട്ട് 242 പേര് അല്ലെങ്കിൽ 62 പേര് മരിച്ചപ്പോൾ ഖേദം പ്രകടിപ്പിക്കുക. 8,000 വീടുകൾ നീക്കം ചെയ്തപ്പോഴേ നിങ്ങൾ പത്രത്തിന് വായിച്ചോ? ആരെങ്കിലും ടി വിയിൽ വായിച്ചോ? ടി വിയിൽ കേട്ടോ? കേട്ടില്ല. ഗുജറാത്ത് സ്റ്റേറ്റിൽ 8,000 വീടുകൾ തകർത്ത് കളഞ്ഞത് ആരും വായിച്ചില്ല. നിങ്ങൾ വാർത്തയും വായിക്കുന്നില്ല, പത്രമെല്ലാം വായിച്ചു. എവിടെയാണ്? ഗുജറാത്തില് തകർത്തത്. ഗുജറാത്തില് അല്ലെ, 8,000 വീടുകളാണ്. അവർക്ക് ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ്, റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ്, പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ല, നിർദ്ദയം പൊളിച്ചു മാറ്റി. അവർക്ക് ഒരു പൈസയും ഇതില്ല, നഷ്ടപരിഹാരമില്ല.
ഇവിടെ ഒരാൾ മരിച്ചപ്പോ അവർക്ക് 1 കോടി. കാരണം എന്താ? അത് ബ്രിട്ടീഷുകാരനുണ്ട്, അമേരിക്കക്കാരനുണ്ട്. മുഖ്യമന്ത്രി കൊടുത്തോട്ടെ, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതെ. ഈ വീടുകൾ നീക്കം ചെയ്തതിന് ആര് ഉത്തരവാദി? അതാണ്. അല്ലാതെ കസത്ത് കുരൂപും അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു? കടുത്തുപോയി. പയ്യക്കൽ ഹിജാറത്തി, അത് കല്ലിനെ പോലെയാണ്. ഔ അശദ്ദു കസ്വ, അല്ല അതിനേക്കാൾ കടുത്തുപോയി. പിശാച് എന്ത് ചെയ്തു? അലങ്കൃതമാക്കി കൊടുത്തു. സയ്യന, അലങ്കരിച്ചു. സയ്യൻ ലഹുമി ഷൈത്താനു, പിശാച് കുബുദ്ധികൾ എന്ത് ചെയ്തു? അവർക്ക് അലങ്കൃതമാക്കി, മനോഹരമാക്കി കാണിച്ചു. മാക്കാനു അത് പ്രവൃത്തിയുണ്ട്. 2 എഞ്ചിൻ ഘടിപ്പിച്ചാൽ ഒരാപത്തും സംഭവിക്കും. അതിന്റെ നിർമ്മാണത്തിന്റെ ഘടനയിൽ പോലും ആക്ഷേപങ്ങളുണ്ട്. ഈ ഫ്ലൈറ്റിന്റെ നിർമ്മാണത്തിന്റെ ഘടനയിൽ അതിന് തമ്മിലുള്ള ജോയിന്റുകളിലുള്ള ഗ്യാപ്പ്, അതിലുപയോഗിക്കുന്ന പാർട്സ്, ഇതിനൊക്കെ എന്തുണ്ട്? ആരോപണമുണ്ട്. എന്താണ്? കൊട്ടിഘോഷിക്കുകയാണ്. അത് ഭയങ്കര സംഭവമാണ്. കാരണം എന്നാലേ മാർക്കറ്റിംഗ് നടക്കുള്ളൂ. ആയിരക്കണക്കിന് കോടിയല്ലേ എന്റെ വില. ഫതഹനാലേഹിം, അപ്പൊ എന്ത് ചെയ്തു? മാക്കാനു യഅമൽ, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്താണോ അതിനെ കുബുദ്ധികൾ അല്ലെങ്കിൽ പിശാച് അവർക്ക് അലങ്കൃതമാക്കി, മനോഹൃതമാക്കി. ഫലമ്മനസു, അവർ മറന്നു കളഞ്ഞപ്പോൾ, ബിഹി, അവരോട് റിമൈൻഡ് ചെയ്യപ്പെട്ടത്, ഓർമ്മിപ്പിക്കപ്പെട്ടത്. ജക്കറ ഓർമ്മിപ്പിച്ചു, ജക്കറ ഓർമ്മിപ്പിക്കപ്പെട്ടു. നസു മാ ദുക്കിറു ബിഹി, എന്തിനെ കുറിച്ചാണോ അവർ ഓർമ്മിപ്പിക്കപ്പെട്ടത് അത് അവർ മറന്നപ്പോൾ. മാ ദുക്കിറു ബിഹി എന്ന് പറഞ്ഞാൽ 2 ഇതുണ്ട് അവിടെ. 2 എന്തുണ്ട്? ഒന്ന് ദുക്കിറു എന്ന് പറയുമ്പോൾ നായിബ് ഫായില്, അവർ ആണ് ഓർമ്മിപ്പിക്കപ്പെട്ടത്. മാ എന്നത് ഒരു വസ്തു. അപ്പം ഒരു തത്വം, ഒരു സംഗതി, ഒരു ആശയം ആണ് അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്തത്. ഒരാശയത്തെ കുറിച്ച് അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഓർമ്മിപ്പിച്ചു കൊടുത്ത ആരാണ് എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ദുഃഖിറു എന്ന് പറയുന്നത്. ഓർമ്മിപ്പിക്കപ്പെട്ടു. ദുഃഖിറു, അവർ ഓർമ്മിപ്പിക്കപ്പെട്ടു. മാ എന്ന് പറഞ്ഞത് ഒരാശയം. ഏതൊരാശയത്തെ കുറിച്ചാണോ അവർക്ക് ഓർമ്മിപ്പിക്കപ്പെട്ടത്, എന്ത് ഐഡിയയെ കുറിച്ചാണോ അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടത്. മാ ദുഃഖിറു ബിഹി ഫതഹന അലൈഹിം, അവർക്ക് എന്ത് ചെയ്തിട്ട്? ഓപ്പൺ ചെയ്ത് കൊടുത്തു. അവരിതെല്ലാം മറന്നു. അള്ളയെ മുഴുവൻ മറന്നു. കൊടുത്ത റിമൈൻഡേഴ്സ് എല്ലാം എന്ത് ചെയ്തു? അവർ മറന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ജയ്യന ലഹുമി ഷൈത്താൻ അഅമാലഹും, കുബുദ്ധികൾ പറഞ്ഞു കൊടുത്തു നമ്മളെ ഭയങ്കര സംഭവങ്ങളാണെന്ന് പറഞ്ഞു, അലങ്കൃതമാക്കി കൊടുത്തു. ഇപ്പൊ എന്ത് ചെയ്തു? ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാം അവർക്ക് കിട്ടി, എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തു. അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തു. എല്ലാ വിജ്ഞാനത്തിന്റെയും കവാടങ്ങൾ, എല്ലാ പ്രോപ്പർട്ടിയുടെയും ഉടമസ്ഥത, എല്ലാ സംഗതികളും കൊടുത്തു. ഏറ്റവും അവസാനമായ AI എന്നൊക്കെ പറയുന്നു. ഈ AI തന്നെയാണ് ഇവിടെ തകർന്നത്, അല്ലേ? AI 2 AI ഉണ്ട്. ഒന്നെന്താ? കുബുദ്ധി അല്ലേ? നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നിർമ്മിക്കപ്പെടുന്ന ബുദ്ധി എന്ന് പറയുന്നതേ ഉള്ളൂ, ശരിക്കും ബുദ്ധി അല്ലാതെ. നമ്മൾ ഉണ്ടാക്കി വെച്ചത് എന്താണോ അതാണ്. AI-യോട് ചോദിക്കുകയാണ് എവിടെയാണ് ബൗണ്ടറി എന്ന് ചോദിച്ചാൽ, ChatGPT ചോദിച്ചാൽ ഒരു ആൻസർ ആയിട്ട് ChatGPT പുറത്ത് വേറെ ചോദിച്ചാൽ വേറെ ആൻസർ ആയിരിക്കുക. ChatGPT കൊടുത്താൽ ചൈന പറഞ്ഞ ബൗണ്ടറിയാണ് ഇന്ത്യന്റെ ബൗണ്ടറി കിട്ടുക. അല്ല വേറെ ഏതെങ്കിലും AI ചോദിച്ചാൽ വേറെ ബൗണ്ടറി ആയിരിക്കും, ഇന്ത്യ പറയുന്ന ബൗണ്ടറി ആയിരിക്കും. അപ്പൊ എന്താ AI എന്ന് പറഞ്ഞാൽ? അതാണ് കുബുദ്ധി. അപ്പൊ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ് AI എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്തു? അവർ മതി മറന്നപ്പോൾ എല്ലാം ഓക്കെ ആണ്. ഫതഹന അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ ടെക്നോളജിയും കൊടുത്തു, എല്ലാ സംഭവവും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഹത്താ ഇദാ ഫരിഹു, അവർ ആഹ്ലാദിച്ചു. ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടത്. ബിമാ ഊതു, അപ്പൊ ഇവിടെ ബി മുമ്പെയാണ്, ഹത്താ ബി ആണ് കൊണ്ടുവന്നു. ഊതു, അവർ നൽകപ്പെട്ടു.
ബിമ ഊത്തു ഫരിഹു ബിമ ഫരിഹയുടെ കൂടെയുള്ളതാണ് മാ ഊത്തു അവർക്ക് നൽകപ്പെട്ടതിൽ അവർ എന്ത് ചെയ്തു? ഫരിഹു ആഹ്ലാദിച്ചു, സന്തോഷിച്ചു. അഖദ്നാഹും അപ്പൊ പിടികൂടി. അപ്പൊ അവനെ പിടിച്ചു. ബഗ്തതൻ വിത്തിൻ 30 സെക്കൻഡ് അല്ലെ, 30 സെക്കൻഡ് ആവുന്നതിന് മുമ്പ് അടുത്ത അനൗൺസ്മെന്റ് വന്നു, എന്റെ കൺട്രോളിൽ നിന്ന് പുറത്തു പോയി. രണ്ട് പൈലറ്റുമാരാണ്, രണ്ട് എഞ്ചിനാണ് ബിയോണ്ട് ദെയർ കൺട്രോൾ. എന്നിട്ട് പറഞ്ഞ കമ്പ്യൂട്ടറാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ഇവാലുവേഷൻ നിങ്ങൾ നിങ്ങൾ കേൾക്കണം. കൃത്യമായി പറഞ്ഞാൽ മീഡിയ വൺ ചാനലിൽ അതിനെക്കുറിച്ച് 2 പ്രാവശ്യം പ്രക്ഷേപണം, കഴിഞ്ഞ രാത്രി ഉണ്ടായതിന്റെ പുനഃപ്രക്ഷേപണം ഇന്ന് ശരി കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കേട്ടോ, അത് റിമൈൻഡ് ചെയ്ത് നമുക്ക് പിന്നോട്ടുള്ളത് പോയി കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ പ്രത്യേകം പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനിയും റിപ്പീറ്റ് ചെയ്യും, കേൾക്കണം. അപ്പൊ 2 ഓപ്പറേറ്റർമാർ, ഈ 2 എഞ്ചിനെ കുറിച്ച് ആരും വിശദമായി പറയുന്നില്ല, പക്ഷെ അതിന്റെ ഇതിൽ പോയി നോക്കിയാൽ പറ്റും. 2 എഞ്ചിനുണ്ട്, 2 എഞ്ചിനുള്ളതാണിത്, 2 എഞ്ചിനുള്ളതാണ് ഇത് എന്നതുകൊണ്ടാണ് ഇതിന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നത്. ഈ 2 എഞ്ചിനും സെക്കൻഡുകൾക്കകം എന്തായി? കൊളപ്സായി. അതാണ് അഖദ്നാഹും ബഗ്തതൻ, ആ സമയത്ത് തന്നെ നാം ഫൈദാഹും മുബ്ലിസൂൻ. അപ്പൊ എന്താണ്? അവർ നിരാശരായി. അബലസ യുബ്ലിസു, ഇതിൽ നിന്നാണ് ഇബ്ലീസ് വന്നത് കേട്ടോ, നിരാശ. ഫൈദാഹും മുബ്ലിസൂൻ. അപ്പോ ഈ പറഞ്ഞ ആയത്തിന് പകരമായി വേറൊരു ആയത്ത് എവിടെ കാണാം? മാഇദയിൽ നമുക്ക് കാണാൻ പറ്റും. 14-ാമത്തെ ആയത്താണോ? മാഇദയിൽ 14-ാമത്തെ ആയത്ത് എന്താണ്? നിരാശനായി. നിരാശനായി. അബലസ നിരാശനായി. വലൗ അന്നഹും മഖാമുത് തൗറാത്ത് വൽ ഇൻജീല, അവർ തൗറാത്തും ഇൻജീലും ഇഖാമത്ത് ചെയ്തെങ്കിൽ, ഇഖാമത്ത് അതിനെ സ്ഥാപിച്ച് ഒമാ ഉൻസില ഇലൈഹിം, അവർക്ക് മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നും ഇറക്കപ്പെട്ടതിനെയും, ലഅകലൂ മിൻ ഫൗഖിഹിം, തീർച്ചയായും അവർ ഇന്നും മിൻ ഫൗഖിഹിം, ആകാശത്തു നിന്നും, വമിൻ തഹ്തി അർജുലിഹിം, അവരുടെ കാൽ കീഴിൽ നിന്നും. എന്താ? അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കും. എപ്പോൾ? ഇതുപോലെ സൂക്തങ്ങൾ വേറെയും കാണും, നിഅമത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അള്ളാഹ് പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിച്ചാൽ എന്ത് കിട്ടും? തഖ്വയുള്ളവരായി ജീവിച്ചാൽ ഇത് ലഭിക്കുമെന്നും വേറെയും പറഞ്ഞു. ആയത്തുകൾ നിങ്ങൾ കണ്ടുപിടിക്കാം, ഒന്നുകൂടെ വായിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ അത് നിയമത്തിന്റെ ഭാഗമായിട്ടും കിട്ടും. അതാണ് നമ്മൾ ഓരോന്നിലും, നമ്മൾ ഓരോ ദൃഷ്ടാന്തം, ഓരോ സംഗതിയിലും നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നത്. ഒരാള് ഒരു ദുഷ്കർമ്മിയാണ് എങ്കിൽ നമ്മൾ വിചാരിക്കും അയാൾ ദുഷ്കർമ്മിയാണ്, അയാൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു പറയും. എന്തിനാണ് അള്ളാഹു? ഇതാണ് എല്ലാം തുറന്നു കൊടുക്കും. അവസാനം എന്ത് ചെയ്യും? അപ്പോ സൽക്കർമ്മിക്ക് ഇത് കിട്ടുന്നത് എന്തിനാണ്? അയാളെയും പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അയാൾ സൽക്കർമ്മിക്ക് ഇത് കിട്ടുമ്പോൾ സൽക്കർമ്മിയും എന്ത് ചെയ്യണം? ചിന്തിക്കണം, അള്ളാഹ് എന്നെ പരീക്ഷിക്കുകയാണ്, അള്ളാഹ് എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ അള്ളയെ പേടിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഞാൻ ഇതിന് അള്ളയോട് അള്ളയോട് നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നു? അല്ലെ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിക്ക് ഈജിപ്തിലെ നിയന്ത്രണം കിട്ടിയപ്പോൾ, ഈജിപ്തിന്റെ അധികാരം കിട്ടിയപ്പോൾ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിക്ക് കണക്കറ്റ അനുഗ്രഹങ്ങളും അധികാരങ്ങളും അനന്തമായ വിജ്ഞാനങ്ങളും കിട്ടിയപ്പോൾ ഇവരൊക്കെയും പറഞ്ഞെന്താണ്? ഞാൻ ഞാൻ ശുക്ർ ചെയ്യുന്നവനാണോ നന്ദി കാണിക്കുന്നവനാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം നന്മ ചെയ്യുന്നവനും അള്ളാഹ് എന്ത് ചെയ്യും? ഇതെല്ലാം കൊടുക്കും. തിന്മ ചെയ്യുന്നവനും ഇതെല്ലാം കൊടുക്കും. രണ്ടും രണ്ട് രീതിയിലാണ് ലഭിക്കുക. 2 രീതിയിലാണ് അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവുന്നത്, അതിന്റെ പര്യവസാനം ഉണ്ടാവും. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുവരികയാണ്.
എന്തെങ്കിലും സംശയമുണ്ടോ? ലാസ്റ്റ് ഇൻഷാ തൻസോന മാതുശ്രീക്കുന്ന എന്താണ് ഉദ്ദേശിക്കുന്നത്? തൻസൗന മാ തുശ്രികൂൻ. അതായത് മാ തുശ്രികൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ആപത്ത് സംഭവിക്കുന്ന സന്ദർഭത്തിൽ എത്രായത്താണ്? 41. 41. നിങ്ങൾ 41. പിന്നെ ആപത്ത് സംഭവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അള്ളയെ വിളിച്ചു പ്രാർത്ഥിക്കും. സാധാരണഗതിയിൽ നിങ്ങൾ അള്ള അല്ലാത്തവരെ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ഇടയാളന്മാരായി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് തന്നെയും നേരിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആപത്ത് സംഭവിക്കുമ്പോൾ അള്ളയോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് തൻസൗന മാ തുശ്രികൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊന്നിനെയാണോ അള്ളയോട് ശിർക്ക് ചേർത്തിരുന്നത്, പങ്കു ചേർത്തിരുന്നത്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മറന്നു കളയുന്നു. നിങ്ങളുടെ പങ്കാളികളെ, അതായത് മറ്റ് കുട്ടിദൈവങ്ങളെ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു? നിങ്ങൾ മറന്നു കളഞ്ഞിട്ട് അള്ളയോട് മാത്രം പ്രാർത്ഥിക്കുന്നു. ആപത്ത് സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണത് കേട്ടോ. അതായത് ഗൈറല്ലാഹി തദ്ഉന ഇൻ കുന്തും സാദിഖീൻ എന്ന് ചോദിച്ചതിന്റെ ബാക്കിയാണ്. ഇയ്യാഹു തദ്ഉന വ തൻസൗന മാ തുശ്രികൂൻ എന്നാണ്. ഇയ്യാഹു തദ്ഉന, അള്ളയോട് മാത്രമാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വ തൻസൗന മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? മുമ്പേ ശിർക്ക് ചെയ്തിരുന്നതിനെ നിങ്ങൾ ആ ആരാധ്യ ദേവതകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? തൻസൗന, മറക്കുന്നു. യക്ഷിറുമാ തദ്ഉന എന്നുള്ളത് ഉടനെ തന്നെ പറഞ്ഞു. കാരണം എന്താണ്? അള്ളയോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അള്ള എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പ്രയാസം മാറ്റി തരും. ഇയ്യാഹു തദ്ഉന വ തൻസൗന മാ തുശ്രികൂൻ എന്നാണ്. ഇയ്യാഹു തദ്ഉനന്റെ ഉടനെ തന്നെ അതിന്റെ റിസൾട്ട് പറഞ്ഞതാണ്. ആ സമയത്ത് മറന്നു കളയുന്നതാണ്. അതെ, ആ സമയത്ത് നിങ്ങൾക്ക് ആപത്ത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റ് ദേവതകളൊക്കെ മറന്നു കളയുന്നു. ദേവീ ദേവന്മാരെയൊക്കെ നിങ്ങൾ മറന്നു കളയുന്നു. അള്ളയെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ശരിയാ. അപ്പൊ അങ്ങനെ സാന്ദർഭികമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം. ഒരുപാട് പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഖുർആൻ നേരിട്ട് വായിക്കണം എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ ഇത് വായിച്ചിട്ട് ഇതിന്റെ വ്യാഖ്യാനം എന്താണ്, അമാനുമല എഴുതിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തോ കൂറ്റനാട് എഴുതിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മൗദൂദ് സാഹിബ് എഴുതിച്ചിരിക്കുന്നത്, അതൊക്കെ അവർ അന്നത്തെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണ്ടെന്നല്ല. പക്ഷെ അറബിയിൽ തന്നെ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്തുമാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞു തരുന്നത്, ഇപ്പോൾ ഈ സൂക്തങ്ങൾ എന്നോട് എന്ത് പറഞ്ഞിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. ആ രീതിയിൽ അടിസ്ഥാനപരമായി ആഴത്തിൽ ചിന്തിക്കുക, പഠിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കണം കേട്ടോ. അതിന് അടുത്ത സൂക്തം, അടുത്ത പേജിൽ അതിനെക്കുറിച്ചുള്ള പഠനം വരും. അത് നിങ്ങൾ നിർബന്ധമായും വർക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം വരാൻ. എന്നാലേ നമുക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് അപ്പോഴാണ്. പഠിച്ചിട്ട് വരുമ്പോൾ ചോദിക്കാൻ പറ്റും. ഞാൻ ഇയ്യാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ നോക്കി വെച്ചതിന്റെ ഐഡിയ ആണ് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് ഇയ്യാക്കും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ നേരത്തെ നോക്കിയിട്ട് വന്നാല് അതേപോലെ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിയുന്ന ക്ലൂകൾ നമുക്ക് തരുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ടീച്ചർ വെച്ചിട്ടുണ്ട്. ടീച്ചർ എന്താണ്? ആലിമത്താണ്, ഹാഫിളത്താണ് കേട്ടോ. അറബി കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്, അതേപോലെ ഹാഫിളത്തുമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഇട്ടുവന്നില്ലേ ആയത്തിന്? പിന്നെ ഭാഗങ്ങളൊക്കെ ഇട്ടുവന്നില്ലേ? തസ്നീം ടീച്ചർ നമ്മളെ വിഷയം ടീച്ചറാണ്, നമ്മളെ പിന്നെ എന്താ പറയാ സ്റ്റാഫാണ്. മാത്രമല്ല ആലിമത്താണ്, അതേപോലെ ഹാഫിളത്തുമാണ്. നമ്മുടെ ഹിഫുള്ള ടീച്ചറാണ്, ഹാഫിളത്തായ ടീച്ചറാണ്, അതേപോലെ അറബി കോളേജിൽ പഠിച്ചിട്ടുള്ള ആളുമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോടും വിളിച്ച് ചോദിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته. وعليكم السلام. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.